ഇപ്പുറത്തൊരു സ്ഥലം പോലല്ല വിഷ്ണു. കൊക്കയാണ് കൊക്ക. എനക്ക് വീട്ടിൽ പോണം. വെൽക്കം ടു ഊട്ടി വ്ലോഗ്. Hello guys, welcome back to our channel Ish and Me. Hello guys, അപ്പോ ഇന്ന് നമ്മൾ പോവാൻ പോകുന്നത് എങ്ങോട്ടേക്കാണെന്നറിയോ? എങ്ങോട്ടേക്കാ? ഊട്ടി. ചേട്ടനെ കാണുന്നില്ല ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ഊട്ടിയിലേക്കാണ് കേട്ടോ. നമ്മളിപ്പോ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നല്ല 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 വ്യൂ കാണുമ്പോൾ നമ്മൾ അത് വീഡിയോ എടുത്തിട്ട് ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കേ ബിഷു എന്നാ ചെയ്യുന്നേ? വണ്ടിന്റെ ബ്രേക്ക് ചെക്ക് ചെയ്യണം. എന്തോന്ന് ഇത്രയും നേരം ബ്രേക്ക് ഇല്ലാണ്ടാണോ വന്നത്? നേരത്തെ ബ്രേക്ക് ഇല്ല. ഇനിയിപ്പോ അവിടെ എത്തുന്ന ഒരു ഐഡിയ ഇല്ല. സമയമായി വിഷ്ണു? 6 മണി. അങ്ങനെ 6 മണിയായി ഗായ്സ്. 6 മണിക്ക് നമ്മൾ ഇരുട്ടി എത്തണത്രേ. ഒരുപാട് പെയ്ത്ത് പോയി. കാറിൽ കുറച്ച് പണിയുണ്ടായിരുന്നു അല്ലേ? നമുക്ക് ഒരുപാട് ദൂരം പോകേണ്ടതുകൊണ്ട് കാറിൽ സെറ്റപ്പാക്കി പോവാന്ന് നമ്മൾ എത്തുമെന്ന് വിചാരിക്കുന്നു. വൈകാണ്ട് മുൻകൂട്ടി തീരുമാനിച്ചാൽ കാരണം നേരത്തെ ചെയ്യാതെ മുൻകൂട്ടിച്ചല്ല. നമ്മ രാവിലെ ഉറങ്ങി എണീച്ചു പറഞ്ഞു ബാ നമുക്ക് ഊട്ടി പോയിട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞതാ. അതെ അതെ, ഇന്നലെ രാത്രി പെട്ടെന്ന് തോന്നി നമുക്ക് ഊട്ടി പോയാലോ. അങ്ങനെ നമ്മൾ ഊട്ടിയിലേക്ക് പോവുകയാണ് ഗായ്സ്. ഇപ്പൊ നമ്മ ചുരം കേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മള് മാനന്തവാടിയിലേക്ക് പോകുന്ന ചുരമാണ് ഇത്. റോഡ് കുറച്ച് സീനാണ് ഗായ്സ്. ഇതുവരെ നല്ല റോഡായിരുന്നേ, ഇപ്പൊ കുറച്ച് സീനാണ്. നമ്മുടെ മുന്നിൽ ഒരു KSRTC പോകുന്നുണ്ട്. ഹെയർപിൻ റോഡ്. ഇത് കേട്ടിട്ടില്ലേ? ഹെയർപിൻ ചുരം. ഹെയർപിൻ നമ്പർ 3 എത്തി ഗായ്സ്. നല്ല ഗേറ്റാണ് ഗായ്സ്. ചോട്ടി പിടിക്കണേ ഭഗവാനേ. മണ്ണടിച്ച സ്ഥലമാണ്. അങ്ങനൊരു വണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്തോ ഒരു വയ്യാക്കടോ, നമ്മളെന്നാ ചെയ്യുക? ഇപ്പുറത്തൊരു സ്ഥലം പോലല്ല വിഷ്ണു. കൊക്കയാണ് കൊക്ക. എനക്ക് വീട്ടിൽ പോണം. എന്തൊന്നും ആക്കാൻ പറയടാ. ഒറ്റ വണ്ടിയാണ് ഫുള്ള് ബ്ലോക്ക് ആക്കിനറിയാ. ആ വണ്ടി ഇപ്പോഴും അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. കാറ് വിഷ്ണു കഴിഞ്ഞു. നന്ദി വീണ്ടും വരിക. ബസ് ചെറിയ ഇതാണ് റോഡ്. ഒന്നാമത് മണ്ണടിച്ചിട്ടുണ്ട്. മണ്ണടിച്ചിട്ടുണ്ട്. ചെറിയ റോഡാണ് ഇത്. ബസ്സും മറ്റേ ബസ്സും കൂടി എല്ലാം കൂടി പോകില്ല. നമുക്ക് തിരിച്ചു വരുമ്പോ കാട്ടിലേ വരാട്ടാ. അപ്പം നമ്മൾ മാനന്തവാടി എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ നിർത്തിയിട്ടാണ് ഇട്ടുള്ളത്. അപ്പോൾ അന്ന് ഇതേപോലെ സ്കൂളിൽ നിന്ന് ടൂർ പോയിട്ടുണ്ടായിരുന്ന പിള്ളേഴ്സാണ് ഇതൊക്കെ. ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും ഊട്ടിയിലേക്ക് ട്രിപ്പ് പോകുന്ന ആൾക്കാർ തന്നെയാണ്. മേക്കപ്പ് എല്ലാം തരിയ മാഞ്ഞു പോയി. പിള്ളേഴ്സ് ഭയങ്കര വൈബ് പിള്ളേഴ്സായിരുന്നു കേട്ടോ. ചെറിയ കുട്ടികളാണ്, LP കുട്ടികളാണ്. പക്ഷേ അടിപൊളി പിള്ളേഴ്സ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഡാൻസും പാട്ടും ഒന്നും പറയണ്ട. അതുപോലെ ഈ ഒരു റെസ്റ്റോറൻറ്റും അതുപോലെ അടിപൊളിയായിരുന്നു. ഫുഡും അടിപൊളി ഫുഡ്. അതുപോലെ നല്ല സ്പേസൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു
എന്താ പറയുക ഹോട്ടലായിരുന്നു. തിരിച്ച് വരുമ്പോഴും നമ്മൾ ഈ സെയിം ഹോട്ടലിൽ തന്നെയാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത്ര അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അവിടെ. വിഷ്ണുവിനാണെങ്കിൽ പിന്നെ ഈ ഒരു ബസ് കണ്ടാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ഓന് ഇതേപോലെ എന്താ പറയുക ടൂറിസ്റ്റ് ബസ് എടുക്കാനുള്ളൊരു വലിയ പ്രാന്ത് തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്ന വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഊട്ടിയിൽ എത്തിയിട്ടുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. മെയിൻലി ഞാനിത് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ട പോലെ ആ ഒരു വഴി, അതുപോലെ അവിടെയുള്ള ആ ഒരു സേഫ്റ്റിൻ്റെ ഒരു പ്രശ്നങ്ങൾ, അപ്പം ഇനി ഊട്ടിയിലേക്ക് പോകുന്നവർക്ക് ഇതൊരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനിത് ഇട്ടിട്ടുള്ളത്. കാരണം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ ഈ ഒരു വഴിയും അതുപോലെ ഈ ഒരു ഓരോ സ്ഥലങ്ങളും, അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനൊരു ഫുൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിൽ ഫുള്ളായിട്ടും ഒരുപാട് പള്ളികൾ തന്നെയാണ് ഉള്ളത്. അടിപൊളി പള്ളികളാണ്. അതാ ഈ ഒരു പള്ളി നിങ്ങൾ അതിൻ്റെ ഒരു വ്യൂ നോക്കിയൊക്കെ ഫോറിൻ കൺട്രീസിലെല്ലാം കാണുന്ന പോലത്തെ ഒരു ലുക്കുള്ളൊരു പള്ളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഇതാ ഊട്ടിയിലേക്ക് എത്താറായിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഊട്ടിയിലേക്ക് പോകുന്നൊരു വഴിയാണ്. ഊട്ടിയിൽ എത്താറായിട്ടുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഓൾമോസ്റ്റ് ഇപ്പോഴും ഓർമ്മയില്ല. ഈ ഒരു എന്താ പറയുക ഫുള്ള് കാട് തന്നെയാണ്. നമ്മൾ ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട് ഈ സമയത്ത്, എന്നിട്ട് നമ്മൾ എത്തണത്രേ. അപ്പോൾ ഈ ഒരു 2 മണി സമയത്താണ് നമ്മൾ ഈ ഒരു കാട്ടിലൂടെ ഒറ്റയ്ക്ക് നമ്മൾ രണ്ടാൾ മാത്രമാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ഫുള്ളായിട്ട് വീഡിയോ എടുത്തത്. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലൊരു റെക്കോർഡ് അവിടെ ഉണ്ടായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അതുപോലെ രാത്രിയിൽ ആ ഒരു എന്താ പറയുക പേടിപ്പിക്കുന്നൊരു ഫീലിംഗ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുക. എന്തിന്റെ കേടാണോ എന്തോ. ആക്ച്വലി എനിക്ക് ഇങ്ങനത്തെ ഒരു വഴികളും അതുപോലെ ഈ രാത്രിയൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളാണ്. അതുപോലെ വിഷ്ണു എൻ്റെ നേരെ ഓപ്പോസിറ്റുമാണ്. വിഷ്ണുവിന് അങ്ങനത്തെ ഒരു പേടിയുമില്ല. വിഷ്ണു ഒരു രാത്രി 2, 3 മണി 4 മണിക്കൊക്കെ ഡാൻസൊക്കെ പഠിപ്പിച്ചിട്ട് പാട്ടും പാടി ഒറ്റയ്ക്ക് വരുന്ന ഒരാളാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിഷയമില്ല. എനിക്കാണെങ്കിൽ ഈ രാത്രിയും ഇരുട്ടും ഇങ്ങനത്തെ വഴിയും കണ്ടിട്ട് ഒന്നും തലക്ക് പ്രാന്തായ അവസ്ഥയായിരുന്നു. അപ്പം നമ്മളിതാ ചെക്ക് പോസ്റ്റ് കയറി തമിഴ്നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു വഴി കണ്ടാൽ തന്നെ അറിയാം നമ്മളെ ഊട്ടീൻ്റെ വൈബ് ഇതാ ഇവിടുന്നേ കിട്ടിയിട്ടുണ്ട്. വലിയ മരങ്ങളും ഇത് പൈൻ ട്രീ തന്നെയാണെന്ന് തോന്നുന്നത്. അപ്പോൾ രാത്രിയിൽ ഇതാ ഈ ഒരു വലിയ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഉള്ള ആ ഒരു ഫീലിംഗ് എൻ്റെ ഭഗവാനെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഫീലിംഗ് എൻ്റെ ഉള്ളിൽ നിന്ന് കത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം എങ്ങനെയെങ്കിലും ഒന്ന് ഊട്ടിയിൽ എത്തിയാൽ മതി എന്നാണ് എനിക്ക് ഉണ്ടായത്. അതുപോലെ ഈ ഒരു വഴിയും ഒന്നും ഞാൻ എൻജോയ് ചെയ്തിട്ട് പോലും ഇല്ല. രാത്രിക്കൊന്നും ഞാൻ കണ്ടിട്ട് വരെയില്ല. ഇപ്പം ഈ വീഡിയോയിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതെല്ലാം കാണുന്നത് തന്നെ. അപ്പോൾ ഈ കണ്ടതൊരു വലിയ സൈസിലുള്ളൊരു കാട്ടുപോത്തായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു വഴിയിൽ മൊത്തം കാട്ടുപോത്ത് തന്നെയാണ് കാണാനുള്ളത്. കാരണം ഞാനത് എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല. അപ്പം അന്ന് വിഷ്ണു പറഞ്ഞ കാട്ടുപോത്തതാണ്. അപ്പം പെട്ടെന്നെടുത്തൊരു വീഡിയോയിൽ എനിക്ക് ഒന്നും കിട്ടിയിട്ടുമില്ല. നല്ല തണുപ്പുണ്ട്. ആഹാ, ഓ മൈ ഗോഡ്, തണുപ്പുണ്ട് ഗായ്സ്. അപ്പം നമ്മൾ ഊട്ടിയിലെത്തി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ആ തണുപ്പ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര തണുപ്പായിരുന്നു ഇവിടുന്ന്. ഓൾമോസ്റ്റ് ഇത് മെയിൻ ഊട്ടിയല്ല, ഊട്ടിയിലേക്ക് എത്തുന്ന ആ ഒരു പ്ലേസാണ്. പക്ഷേ ഇവിടുന്നേ നമുക്ക് നല്ല തണുപ്പ്, ആ ഒരു കോട ഫീലിംഗ് ആണ്. ഒരു 2 മണി 3 മണി ആവാറായിട്ടുണ്ട് ഏകദേശം. അതുകൊണ്ട് തന്നെ ഈ കാണുന്നത് മൊത്തം കോടയാണ്. ഒന്നും കാണുന്നില്ല ഗായ്സ്, ഫുൾ കോട മഞ്ഞി താഴ്വരയിലായിട്ടായത്. റോഡ് കാണുവാനില്ല. വിഷ്ണു എത്ര മണിക്കൂറുകളായിട്ട് വണ്ടി ഓടിക്കുന്നു വിഷ്ണു? 7.25 മണിക്കൂറായിട്ട് ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് വണ്ടി ഓടിക്കുന്നു. ഞാൻ സുഖമായി ഇരിക്കുന്നു. ബിക്കോസ് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലല്ലോ വിഷ്ണു. എന്തെങ്കിലും മൊഴിയോ പഠിക്കണം. വിഷ്ണുവിന് ഈ ഡ്രൈവിംഗ് ഒക്കെ ഒരു പാഷനാണ് അല്ലേ? അതുകൊണ്ട് വിഷ്ണു തന്നെ ഓടിച്ചോട്ടെ. അടിപൊളി എന്ത് തണുപ്പ്.
തണുപ്പ് കൈ കഴുകിയിട്ടില്ല. കൈ കഴുകിനാ? ഇതാണ് നമ്മുടെ സ്റ്റേ. ഇത് പൂച്ച കുഞ്ഞിണ്ടായ നല്ല ഭംഗിയില്ലേ? പോവാം. അവിടെ പോയി നമുക്ക് പോണ്ടേ? ഒരുപാട് വൈകാ പിന്നെ ഒന്നും കാണാൻ കഴിയില്ല. അപ്പം നമുക്ക് നമ്മുടെ റൂം കണ്ടിട്ട് തരാം. നമ്മളൊരു കുട്ടി റൂമാണ് ഇത്. നമ്മുടെ ഊട്ടിയിലെത്തിയപ്പോൾ തന്നെ ഇവർ വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്തിട്ട് പോയി. നമ്മൾ എടുത്തിട്ടൊന്നുമില്ല, ഇവിടെ വന്നിട്ട് കണ്ടുപിടിച്ചതാണ്. ഭയങ്കര കുഞ്ഞു റൂമാണ്, പക്ഷെ അടിപൊളി റൂമാണ്. എല്ലാം ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, ഇതുപോലൊരു മിറർ ഉണ്ട്. നല്ല 2 പേർക്ക് കിടക്കാൻ പറ്റിയൊരു നല്ല ബെഡായിരുന്നു. പിന്നെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ബാൽക്കണിയാണ്. ബാൽക്കണിയുടെ വ്യൂ ആണ്. നിങ്ങൾ കണ്ടതുപോലെ, രാവിലെ കണ്ടതുപോലെ ഞാൻ എണീച്ചിട്ട് വരുമ്പോൾ തന്നെ കണ്ട ഒരു വ്യൂ. എൻ്റെ ഭഗവാനേ, ശരിയാക്കി എന്നുണ്ട്. നല്ല രസമുണ്ടല്ലോ. എന്ത് കാറ്റ്. ഏമ്പാ റെഡി ആയിട്ട് പോവാ. അവരെന്നെ ഇന്നലെ ഒച്ചയാക്കുന്നുണ്ടായി. 2 ആളുണ്ടോ? ഓ, അങ്ങാടി ഒരാളുണ്ട്. എന്തെങ്കിലും പണിയെടുക്കുന്നുണ്ടായിരുന്നു. ചെടി നോക്കി. കാട്ടിൽ വരെ അടിപൊളി പൂക്കളൊക്കെ നല്ലുണ്ട്. 2 നിലയല്ലേ? തായിലാണ് ഇവരെല്ലാം വീടിന്റെ തായില്. ഇത് കാണുമ്പോഴും തായില ഒറ്റ നില വരിക്കും. തായിലുണ്ട്. അടിപൊളി. എന്ത് ഭംഗി. എന്റെ മോനെ, ഇത്ര വ്യൂ ഉള്ളൊരു സ്ഥലം ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലേ? വാ, നമുക്ക് റെഡി ആയിട്ട് പോവാം. പൂ നോക്കി എന്ത് ഭംഗിയാ. വെള്ളം മേലേക്ക്. Good morning. Welcome to Ooty vlog. എങ്ങനെയുണ്ട് എൻ്റെ മേക്കപ്പ് ലുക്ക്? നൈസ് ആയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അപ്പം നമ്മൾ ഊട്ടിയിലെത്തിട്ടോ. ഫസ്റ്റ് നമ്മൾ പോകാൻ വിചാരിക്കുന്ന ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ നമ്മൾ വീഡിയോ എടുത്തിട്ട് കളിക്കാം. ഫുഡ് കഴിച്ചിട്ട് വരുന്നല്ലേ നല്ലത്? ഓലേ, അപ്പൊ ഇനി പോയിട്ട് വരല്ലോ. അപ്പത്തേക്ക് വിശക്കൂലേ? ചെറിയ ലൈറ്റ് ആയിട്ടൊന്നും കഴിക്കാറുണ്ട്. പണ്ട് പാർക്ക് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇതാ ഫുഡ് അടിയാണ് നമ്മൾ നടത്തുന്നത്. അതിന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അകത്ത് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളൊരു മലയാളി റെസ്റ്റോറൻറ്റ് തന്നെയാണ് കയറിയിട്ടുള്ളത്. ഇവിടെ ഉള്ളത് ഓൾമോസ്റ്റ് മലയാളികൾ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ നമ്മൾ ഇനി ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് നമുക്ക് ടിക്കറ്റ് എടുക്കാനുണ്ട്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നമ്മളിത് അകത്ത് കയറാൻ പോവാണ്. അകത്ത് കയറിയിട്ടുള്ള ഒരു ഫസ്റ്റ് വ്യൂ ഇതാണ് കേട്ടോ.
എന്താ പറയുക ഭയങ്കര ഫ്ലവറും അതൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഫ്ലവറിൻ്റെ സീസൺ ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഫുള്ള് ലീവ്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അധികം ഉള്ളത്. അതുപോലെ ഇതാ ലെഫ്റ്റ് സൈഡിലൊരു വലിയൊരു പോണ്ട് ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും കാണാൻ അടിപൊളിയുണ്ട്. എനിക്കൊന്ന് അതിലിനി ചിലപ്പം സീസൺ ആവുന്ന സമയത്ത് പൂക്കളൊക്കെ വരുമായിരിക്കാം. അപ്പം നമ്മൾ വന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് തന്നെയാണ്. എന്നാൽ അധികം തണുപ്പുള്ളൊരു സമയമല്ല, എന്നാൽ നല്ലൊരു ക്ലൈമറ്റും ആണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നല്ലൊരു ഫുള്ള് മരങ്ങളും ചെടികളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര അടിപൊളി ഒരു നല്ല വൈബ് തന്നെയാണ് ഉണ്ടായിരുന്നത്. നല്ല സമാധാനവും പീസ്ഫുള്ളായിട്ടുള്ളൊരു നല്ല കാമായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുപോലെ ഗ്രീൻ ഹൗസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എന്താ പറയുക, അതിൻ്റെ ഉള്ളിലാണ് ഇവർ ചെടിയൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ഫുള്ള് ലീവ്സ് പ്ലാന്റ്സ് തന്നെയാണുള്ളത്. ഒരേ ഇതിൽ വരുന്ന പ്ലാന്റ്സ് തന്നെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതിൽ ഓൾമോസ്റ്റ് കുറേ ചെടികളൊക്കെ എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ അച്ഛനും ഇതുപോലെ നല്ലൊരു ഗാർഡനിങ് പരിപാടികളെല്ലാം ഉള്ളതുകൊണ്ട് ഓൾമോസ്റ്റ് കുറേ ചെടികളൊക്കെ വീട്ടിലുള്ള പോലെ തന്നെയാണ് ഉണ്ടായത്. പക്ഷേ ഇതുപോലെ നല്ല ഒരുപാടൊന്നും ഇതുപോലൊന്നുമില്ല. ഇത് ഒരു വേറെ തന്നെ ഒരു വൈബ്. അപ്പം നല്ല രസമുണ്ട്. പക്ഷെ എനിക്ക് ലീവ്സിനെക്കാട്ടിയും ഫ്ലവർ പ്ലാന്റ്സ് ആണ് കൂടുതൽ ഇഷ്ടം. കാണാൻ നല്ല ഭംഗിയുള്ളത് കളേഴ്സ് അല്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഹൗസിലാണ് പിന്നെ ഫ്ലവേഴ്സ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഉള്ളൊരു ഫ്ലവേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. അതും ഇതിൻ്റെ ഉള്ളിലുള്ളത് വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സാണ്. ഇതുവരെ കാണാത്ത പോലത്തെ ഫ്ലവേഴ്സ്. ഇപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള ഫ്ലവേഴ്സാണ് കൂടുതലും ട്രെൻഡിങ് ആയിട്ട് എല്ലായിടത്തും കാണുന്നത്. അപ്പം ദുബായിലാണെങ്കിലും ഈ ഒരു ഫ്ലവേഴ്സ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഡേ ടു ഡേയിലൊക്കെ സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊരു വെറൈറ്റി ഓഫ് കളേഴ്സ്, അത്രയും വൈബ്രൻ്റായിട്ട് നിൽക്കുന്ന കളേഴ്സാണ്. ഇതൊന്നും നമ്മുടെ നാട്ടിലൊന്നും സെറ്റാവുമെന്ന് തോന്നുന്നില്ല. ഈ ഒരു തണുപ്പുള്ള ഒരു ഏരിയയിൽ മാത്രമേ ഇതൊക്കെ പിടിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ കാണാൻ എന്തായാലും നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ ഈ ഒരു പ്ലാന്റ്സ് ഓർക്കിഡിൻ്റെ വെറൈറ്റി ആണെന്നാണ് തോന്നുന്നത്. ഈ ഒരു ഷെയ്ഡ്സൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു പർപ്പിള്, അതുപോലെ ഡാർക്ക് പിങ്ക് ഷെയ്ഡൊക്കെ ഭയങ്കര ഭംഗിയുണ്ട്. അപ്പോൾ ഇത് കാണുന്ന എൻ്റെ അമ്മ എന്തേ വാങ്ങിച്ചിട്ട് വരാമെന്ന് ചോദിച്ചാൽ ഇതൊന്നും നാട്ടിൽ പിടിക്കൂല അമ്മേ, അതുകൊണ്ടാണ് വാങ്ങിക്കാഞ്ഞിനി. മാത്രമല്ല ഇതൊന്നും അവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുമില്ല. തൽക്കാലം നമുക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് രക്ഷപ്പെടാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം ഒന്നും അവിടെ സെയിലിനൊന്നും ഉണ്ടായിട്ടില്ല. ഇതിങ്ങനെ ഗാർഡനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടല്ലേ ഉള്ളത്. ഞാൻ എവിടെയും ചെടി സെയിലിന് വെച്ചിട്ടായിട്ട് അധികം ഒന്നും കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് വാങ്ങിയിട്ടില്ല. കാരണം ഇതൊന്നും നമ്മുടെ നാട്ടിൽ പിടിക്കുന്നില്ല. ഓൾമോസ്റ്റ് ഇവിടെ ചൂടല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത്രയും തന്നെ ഫ്ലവർ പ്ലാന്റ് ഉള്ളൂ. അതാണ് എനിക്ക് വിഷമമായി പോയത്. ബാക്കിയൊക്കെ ലീഫ് പ്ലാന്റാണ് ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം ഇതെല്ലാം ആന്തൂര്യത്തിൻ്റെ വെറൈറ്റിയാണ്. അങ്ങനെ ഒരുപാട് ചെടികളുണ്ട്. ഞാനിങ്ങനെ ചെടീൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പം നിങ്ങൾ കണ്ടിട്ട് എൻജോയ് ചെയ്തു. ചെടി കട്ട് ചെയ്ത് വെച്ചാണ്. ഭയങ്കര സെക്കൻഡ് ഫോട്ടോ ഇല്ലാണ്ട് മേലേക്കോട്ടാണ് കുഞ്ഞിനെ നോക്കണം. ജിമിനി ഫോട്ടോ ಅದು ಉದ್ದಲ್ಲಿ ಮಾಡಿಬಿಟ್ಟು
ഇവിടെ ഒരു വെറൈറ്റി ആയിട്ട് ഇതാ ചെടീനെ കൊണ്ട് നമ്മുടെ ഇന്ത്യനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ്റെ ഒരു ഭൂപടത്തിൻ്റെ മോഡൽ ഇവിടെ പ്ലാന്റ്സിനെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു വെറൈറ്റി ഐഡിയ ആയിട്ടിട്ടായിരുന്നു. കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ കണ്ടാലും തീരാത്ത അത്ര ദൂരത്തേക്ക് ഈ ഗാർഡൻ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് മേലേക്കുമായിട്ട് ഒരുപാടുണ്ട്, നടക്കാൻ ഒരുപാട് ദൂരം തന്നെയുണ്ട്. നമ്മൾ അധികമൊന്നും നടന്നിട്ട് തന്നെ ഇല്ല. എനിക്ക് പിന്നെ ഫേവറേറ്റ് ആയിട്ട് ഉള്ളൊരു സ്പോട്ട് ഇതായിരുന്നു കേട്ടോ. ഇവിടെ നല്ല എന്താ പറയുക, തണലുള്ള മരങ്ങളും അതിൻ്റെ ചോട്ടിൽ ഈ കളർഫുൾ ഇലയും അവിടെ നിന്നിട്ട് മതിയാവാത്ത പോലെ തോന്നി. ആ ഒരു ഏരിയയിൽ നിന്നിട്ട് മതിയാവാത്ത പോലെ തോന്നി. എന്താ പറയുക, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലം. കതച്ചു അല്ലേ, കേജങ്കറി കതച്ചല്ലോ. ഇങ്ങോട്ട് എനിക്കിവിടെ ഇഷ്ടപ്പെട്ട വേറൊരു സ്പോട്ട് ഇതാണ്. ഈ ഒരു മരവും അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ആ ഫുൾ ഗ്രീനറി ആയിട്ട് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ആളെ കടത്തി വിടുന്നുമില്ല. അപ്പോൾ നല്ല നീറ്റും ബ്യൂട്ടിഫുള്ളായിട്ട് കിടക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ മരത്തിൻ്റെ ഇടയിലൂടെ ഇതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിനി ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. സ്നേഹനിധിയെ ഭർത്താവിനെ കാണണ്ടേ? എൻ്റെ ബാഗ് വെട്ടി നടക്കാൻ എൻ്റെ ഭർത്താവ്. നമുക്ക് ഗാർഡനിൽ ഇറങ്ങാം, അടുത്ത ലൊക്കേഷൻ പിടിക്കാം. ഇവിടെ ഇങ്ങനെ ഒരുപാട് ഷോപ്സും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ നല്ല നല്ല ഡ്രസ്സ് സെയിൽ ചെയ്യുന്ന ഷോപ്സൊക്കെ ഉണ്ട്. പക്ഷെ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്, എന്നാൽ നല്ല ക്വാളിറ്റിയും ഭംഗിയും ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഡ്രസ്സൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. വൺ ടൈം യൂസിന് വേണ്ടി വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഊട്ടിയിൽ വന്നിട്ട് ഊട്ടിപ്പൂ വാങ്ങിയിട്ടാന്ന് വേണ്ട, ഊട്ടിപ്പൂ വാങ്ങിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് പോലെയുണ്ട് സാധനം. എനിക്ക് ഇത്ര വെയിൽ അപ്പൊ നാട്ടിലോ. നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് പൈൻ ഫോറസ്റ്റിലേക്കാണ് കേട്ടോ. നമ്മൾ എത്തിയിട്ടുണ്ട് പൈൻ ഫോറസ്റ്റിലേക്ക്. അവിടത്തേക്ക് പോവാം. വിഷു ഡ്രൈവിംഗ്. എൻ്റെ വിചാരം ഈ ഒരു ട്രീസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പൈൻ ഫോറസ്റ്റ് എത്തിയെന്നാണ്. അപ്പോൾ ഈ കാണുന്നതെല്ലാം പൈൻ ട്രീസ് തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ ഒരു ഏരിയ ആണെന്നാണ്. പക്ഷേ ഇതല്ല എക്സാക്റ്റ് പൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകാനുണ്ട്. മേ ബി ഗൂഗിൾ മാപ്പിലും ലൊക്കേഷൻ ഇങ്ങനെ ടൈമിങ് മാറിയാണ് കാണിക്കുന്നത്. ഓരോ സ്ഥലത്തെത്തുമ്പോൾ മാറി വരുന്നുണ്ട്. അപ്പം എന്താ പറയുക, അപ്പം നമുക്കിനി പൈൻ ഫോറസ്റ്റിലേക്ക് പോകാനുണ്ട്. പക്ഷേ അത് ഈ വീഡിയോയിലല്ല, അടുത്ത വീഡിയോയിലാണ് വരിക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ബാക്കി ഏരിയയും അങ്ങനെ എന്താ പറയുക, ഫുൾ ഊട്ടി നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോയും ഫുള്ളായിട്ട് കാണണം. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ നല്ലോണം വൈറലായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. എല്ലാവരും തിരഞ്ഞു പിടിച്ച് വരാൻ വിചാരിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മളും ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്പോട്ടാണ് നമ്മളും തേടുന്നതെന്ന് നമ്മൾ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല.
അപ്പോൾ നമ്മൾ ഇവിടുത്തെ വ്യൂ നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായാലും കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ വീഡിയോയുടെ ഫീഡ്ബാക്കും കൂടി നമുക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ പൈൻ ഫോറസ്റ്റിൻ്റെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.